യുധിഷ്ഠിരൻ സന്യാസയാത്രയ്ക്ക് തീരുമാനിച്ചു. ധൃതരാഷ്ട്രനെ വൈശ്യസ്ത്രീയിൽ ജനിച്ച യുയുത്സുവിനെ വരുത്തി രാജ്യം അവങ്കലേൽപ്പിച്ചു. പരീക്ഷിത്തിനെ രാജാവായി അഭിഷേകം ചെയ്തു. മരിച്ച യാദവ ബന്ധുക്കൾക്ക് ശ്രാന്ത കർമ്മങ്ങൾ നടത്തി. പൗരജനങ്ങളോട് യാത്രാമൊഴി ചൊല്ലി അവരുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ കൂടിയും ധർമ്മമറിയുന്ന ആ രാജാവ് പുറപ്പെടാൻ തീരുമാനിച്ചു. മുൻകാലങ്ങളിൽ എന്ന പോലെ പാണ്ഡവർക്കൊപ്പം ദ്രൗപദിയും പുറപ്പെട്ടു. സർവ്വസ്വർണ്ണാഭരണങ്ങളും അഴിച്ചുവെച്ച് മരവുരി ധരിച്ച് അവർ പുറപ്പെടുന്ന മാത്രമേ പ്രജകളൊന്നടങ്കം സങ്കടത്തിലായി. ഇവർ 6 പേരും 7ാമനായി ഒരു നായയും അവരെ പിന്തുടർന്നു. ഏറ്റവും മുന്നിലായി യുധിഷ്ഠിരൻ, അനുഗമിച്ചുകൊണ്ട് ഭീമൻ, അർജുനൻ, നകുല സഹദേവന്മാർ, ദ്രൗപദി എന്നിങ്ങനെ യഥാക്രമം അവർ ദേശങ്ങൾ താണ്ടി. അങ്ങനെ അവർ ലൗഹിത്യമെന്ന സമുദ്രത്തിന് സമീപമെത്തി. വിലയേറിയ വസ്തുക്കളോടുള്ള സ്നേഹം നിമിത്തം അർജുനൻ തൻ്റെ ഗാണ്ഡീവത്തെയോ അക്ഷയമായ ആവനാഴികളെയോ ഉപേക്ഷിച്ചിരുന്നില്ല. ഉടൻ അവരുടെ വഴി മുടക്കിക്കൊണ്ട് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഹേ യുധിഷ്ഠിര, നിന്റെ സഹോദരന് പരമമായ ഗാണ്ഡീവം ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ആ ദിവ്യവില്ല് വരുണന് തിരികെ നൽകേണ്ട സമയം ആഗതമായിരിക്കുന്നു. സഹോദരങ്ങൾ കൂടെ നിർബന്ധിക്കയാൽ പാർത്ഥൻ അത് ആവനാഴികളോടൊപ്പം ജലത്തിലേക്ക് എറിഞ്ഞു. കിഴക്ക് ലക്ഷ്യമാക്കി തുടങ്ങിയ ആ യാത്ര ഇപ്പോൾ തെക്കോട്ടേക്കാണ് പുരോഗമിക്കുന്നത്. അങ്ങനെ അവർ സമുദ്രത്തിൻ്റെ വടക്കേ തീരത്തു നിന്ന് തെക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി. പിന്നീട് പടിഞ്ഞാറ് ദിശയിൽ തുടർന്ന് അവർ പൂർണ്ണമായും സമുദ്രത്തിൽ മുങ്ങിയ ദ്വാരക കാണാനിടയായി. അതുകഴിഞ്ഞ് വടക്കോട്ട് നീങ്ങി അവർ മേരുപർവ്വതവും കടന്നു നടന്നു. യോഗധർമ്മത്തിൽ അർപ്പിതരായ അവർ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു. ഉടൻ സംഘത്തിൽ അവസാനമുണ്ടായിരുന്ന ദ്രൗപദി യോഗയിൽ നിന്ന് വ്യതിചലിച്ച് താഴേക്ക് പതിച്ചു. യജ്ഞസേനിയുടെ ഉയരറ്റ ഉടൽ താഴേക്ക് പതിച്ചപ്പോൾ അധർമ്മം പ്രവർത്തിക്കാത്ത ദ്രൗപദി എന്തുകൊണ്ടാണ് വീണതെന്ന് ഭീമൻ യുധിഷ്ഠിരനോട് ആരാഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ, അവൾക്ക് അർജുനൻ്റെ മേൽ വിശേഷാൽ പക്ഷാപാതമുണ്ട്. അതിൻ്റെ ഫലമാണ് അവൾ അനുഭവിക്കുന്നത്. തൻ്റെ മനസ്സിനെ അതീവ ദുഃഖത്തിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ധർമ്മപുത്രൻ മുന്നോട്ട് നടന്നു. പിന്നാലെ സഹദേവൻ, നകുലൻ, അർജുനൻ എന്നിവർ യഥാക്രമം വീണു. ഓരോ തവണയും ഭീമൻ അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് യുധിഷ്ഠിരനോട് ചോദിച്ചു. അവയെല്ലാത്തിനും ധർമ്മപുത്രൻ ഉചിതമായ മറുപടി കൊടുക്കുകയും ചെയ്തു. ജ്ഞാനത്തിൽ തനിക്ക് തുല്യനായി മറ്റാരുമില്ലെന്ന് കരുതിയതിനാൽ സഹദേവനും, സൗന്ദര്യത്തിൽ തൻ്റെ അത്രയും ആരും വരില്ലെന്ന് ധരിച്ചതിനാൽ നകുലനും, ശത്രുക്കളെ ഒറ്റ ദിവസം കൊണ്ട് ചുട്ടരിക്കുമെന്ന് പറയുകയും തൻ്റെ വീര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്ന അർജുനനെ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ മറ്റു ധനുർധാരികളെ പാർത്ഥൻ അനാദരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കാരണം അർജുനനും വീണു. അവസാനം കാരണം ആരാഞ്ഞുകൊണ്ട് ഭീമനും പതിച്ചു. അമിതമായി ഭക്ഷിക്കുകയും സ്വശക്തിയിൽ മേനി പറയുകയും ചെയ്യുകയാലാണ് ഭീമൻ വീണതെന്ന് യുധിഷ്ഠിരൻ ഭീമനോടെന്നവണ്ണം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ സമയമൊക്കെ ആ നായ ധർമ്മപുത്രനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഉടൻ ത്രിലോകങ്ങളിലും ഗർജന ശബ്ദം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ദേവേന്ദ്രൻ രഥാരൂഢനായി അവിടെയെത്തി. പാണ്ഡുനന്ദനോട് രഥത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. അല്ലയോ ഇന്ദ്ര, എൻ്റെ സഹോദരങ്ങൾ ഇവിടെയാണുള്ളത്. അവരില്ലാത്ത ഒരു സ്വർഗവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ദ്രൻ, സഹോദരങ്ങളെയും കൃഷ്ണനെയും കാണാൻ അവസരമുണ്ടാക്കും. അവർ ഇതിനകം സ്വശരീരം ഉപേക്ഷിച്ച് സ്വർഗലോകം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നായയെ കൂടി തൻ്റെ കൂടെ വരാൻ അനുവദിക്കണമെന്നായി യുധിഷ്ഠിരൻ. ഇന്ദ്രൻ, സ്വർഗത്തിൽ നായക്കെന്ത് സ്ഥാനം? സർവ്വസുഖ സൗകര്യങ്ങളും കേവലം ഒരു നായക്കായി ഉപേക്ഷിക്കരുത്. അത് കേട്ട യുധിഷ്ഠിരൻ, പ്രഭു, എന്നിൽ സമർപ്പിതരായവരെ ഉപേക്ഷിക്കുന്നതിലൂടെ ഒരഭിവൃദ്ധിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ തീരുമാനത്തിൽ ഉറച്ച യുധിഷ്ഠിരനോട് നിനക്ക് സമമായി സ്വർഗത്തിൽ പോലും ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നായ താൻ യമധർമ്മനാണെന്ന് വെളിപ്പെടുത്തി. സർവ്വപരീക്ഷയിലും വിജയിക്കയാൽ സ്വന്തം ശരീരത്താൽ തന്നെ ഇന്ദ്രരഥത്തിൽ യുധിഷ്ഠിരൻ സ്വർഗലോകത്തെത്തി. നല്ലതോ ചീത്തയോ തൻ്റെ ഭ്രാതാക്കളുള്ള സ്ഥലത്ത് തനിക്കും വസിച്ചാൽ മതിയെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, താങ്കൾ ഇപ്പോഴും മാനുഷിക വികാരങ്ങളിൽ നിക്ഷിപ്തനാണ്. നിങ്ങളുടെ കർമ്മങ്ങളാൽ പ്രാപ്തമായ ഈ സ്ഥലം മറ്റൊരു മനുഷ്യനും നേടിയിട്ടില്ല. ഇവിടെ വസിച്ചാലും. എന്നാൽ യുധിഷ്ഠിരൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. അപ്പോഴാണ് യുധിഷ്ഠിരൻ സർവ്വ ഐശ്വര്യത്തോടും കൂടി സിംഹാസനത്തിലിരിക്കുന്ന ദുര്യോധനനെ കണ്ടത്. ചൂതും പാഞ്ചാലി വസ്ത്രാക്ഷേപവും വനവാസ ക്ലേശവും ഓർത്ത യുധിഷ്ഠിരൻ ഇവിടെ വാഴാൻ താല്പര്യമില്ലെന്ന് തീർത്തു പറഞ്ഞു.
സ്വർഗലോകത്ത് വൈരമില്ല. ദുര്യോധനൻ ക്ഷത്രധർമ്മത്താൽ സ്വർഗം നേടിയതാണ് എന്ന് അവിടെയുണ്ടായിരുന്ന നാരദൻ പറയുകയുണ്ടായി. മനുഷ്യദേഹത്തോടുകൂടി സ്വർഗത്തിലെത്തുകയാലാണ് യുധിഷ്ഠിരന് കഴിഞ്ഞുപോയ സംഭവങ്ങൾ ആലോചിച്ച് വിഷമം തോന്നുന്നത്. ഇത് കേട്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു: ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ധർമ്മഹീനനും പാപിഷ്ഠനും സജ്ജനദ്രോഹിയും പകയും ക്രോധവും വളർത്തിയവനും അസംഖ്യം ജനങ്ങളുടെ നാശത്തിന് കാരണഭൂതനുമായ ദുര്യോധനന് വീരസ്വർഗം കിട്ടിയിരിക്കുന്നു. ശൂരന്മാരും സൽഗുണസമ്പന്നന്മാരുമായ എൻ്റെ അനുജന്മാർക്കും പതിവ്രതയും ധർമ്മനിരതയുമായ ദ്രൗപദിക്കും എന്തു ഗതിയാണ് ലഭിച്ചിരിക്കുന്നത്? അവരെയും കർണനെയും എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരെയും ഇവിടെ കാണാനാവുന്നില്ല. അവരെയെല്ലാം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇരിക്കുന്ന സ്ഥലത്തിൽ പോയി താമസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദേവന്മാർ പറഞ്ഞു: ഹേ യുധിഷ്ഠിര, അവരുടെ അടുക്കൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാത്തു നിൽക്കണമെന്നില്ല, ഇപ്പോൾ തന്നെ പോകാം. പിന്നീട് ദേവദൂതനോട് അവരുടെ അടുക്കലേക്ക് യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുപോകാൻ ദേവന്മാർ ആജ്ഞാപിച്ചു. അങ്ങനെയൊരു ദേവദൂതൻ യുധിഷ്ഠിരനെ പാപം ചെയ്തവർക്കുള്ള വഴിയെ നയിച്ചു. ദൂതന് പിന്നിലായി യുധിഷ്ഠിരൻ അന്ധകാരം വ്യാപിച്ചു തുടങ്ങിയ വഴിയിലൂടെ പതുക്കെ നടന്നു. വഴിയിലുടനീളം രക്തവും മാംസവും കലർന്നു കിടന്നിരുന്നു. കൈകാലുകളറ്റ ഒരുപാട് ശരീരങ്ങളും അവയെ ചുറ്റുന്ന ഒരുപാട് കഴുകന്മാരെയും അവിടെ എവിടെയായി കാണപ്പെട്ടു. അസഹനീയമായ ദുർഗന്ധവും വൃത്തിഹീനമായ പാതയും കണ്ട് യുധിഷ്ഠിരന് കാര്യമൊന്നും മനസ്സിലായില്ല. യുധിഷ്ഠിരൻ ദേവദൂതനോട് ചോദിച്ചു: ഈ വഴിയിൽ കൂടി എത്ര ദൂരം പോകണം? എൻ്റെ ഭ്രാതാക്കൾ എവിടെയാണ് ഇരിക്കുന്നത്? മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് ദൂതൻ ഇതിന് മറുപടി പറഞ്ഞത്. തിരിച്ചു പോകാൻ തീരുമാനമെടുത്ത യുധിഷ്ഠിരൻ പിന്തിരിഞ്ഞപ്പോൾ ഉച്ചത്തിലുള്ള ചില അവ്യക്ത ശബ്ദങ്ങൾ നാലുപാട് നിന്നും കേൾക്കാനിടയായി. ഹേ ധർമ്മപുത്ര, തിരികെ പോകരുതേ. ഇവിടെ അല്പനേരമെങ്കിലും നിൽക്കുക. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ തകർച്ചയിൽ നിന്നും താൽക്കാലികമായെങ്കിലും മോചനം നൽകിയിരിക്കുന്നു. അല്പനേരം നിൽക്കുക, തിരികെ പോകരുതേ. അവരോട് കനിവ് തോന്നിയ യുധിഷ്ഠിരൻ അവർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു. നാം കർണനാണ്, ഭീമനാണ്, ദ്രൗപദീപുത്രരാണ് എന്നൊക്കെ ആ ദൃശ്യശബ്ദങ്ങൾ മറുപടി പറഞ്ഞു. ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ച ഇവർ ഇവിടെയും പാപിയായ ദുര്യോധനൻ എന്തുകൊണ്ട് അവിടെ ഇന്ദ്രനെപ്പോലെ വസിക്കുന്നു എന്നും ചിന്തിച്ച് യുധിഷ്ഠിരൻ ധർമ്മസങ്കടത്തിലാണ്ടു. ക്ഷുഭിതനായി തീർന്ന ധർമ്മപുത്രൻ ഇവിടം വിട്ടുവരില്ലെന്ന് ഇന്ദ്രനോട് പറയാൻ ദൂതനോട് ആവശ്യപ്പെട്ടു. ദൂതൻ വിവരം ഇന്ദ്രനെ അറിയിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദേവന്മാരും യമധർമ്മനും അവിടെയെത്തി. അവരുടെ സാമീപ്യത്താൽ തന്നെ ദുർഗന്ധം വിട്ടുമാറി. സുഗന്ധം പരന്നു. രക്തവും മാംസവും അപ്രത്യക്ഷമായി. തണുത്ത കാറ്റ് വീശി. പാപാത്മാക്കളും അവരുടെ ശബ്ദങ്ങളും പൂർണ്ണമായും നിലച്ചു. അല്ലയോ ധർമ്മപുത്ര, അങ്ങ് അവസാനത്തെ പരീക്ഷണവും വിജയിച്ചിരിക്കുന്നു. അങ്ങിനി അക്ഷയലോകത്തിനുടമയാണ്. ഇത് മായയാണ്. താങ്കൾ കേട്ട ശബ്ദങ്ങളെല്ലാം മായയായിരുന്നു. അവർ ഇതിനോടകം തന്നെ സ്വർഗം പ്രാപിച്ചിരിക്കുന്നു. രാജാക്കന്മാരും ഭരണകർത്താക്കളും അല്പനേരത്തേക്കെങ്കിലും നരകത്തിലൂടെ കടന്നു പോകണമെന്നത് അനിവാര്യമാണ്. ഇത്രയും പറഞ്ഞ് യമധർമ്മനും ദേവന്മാരും യുധിഷ്ഠിരനെ സാന്ത്വനിപ്പിച്ചു. ശേഷം യുധിഷ്ഠിരൻ ത്രിലോകങ്ങളിലൂടെയും പ്രവാഹിക്കുന്ന ഗംഗയിൽ കുളിച്ച് മർത്യദേഹം വെടിഞ്ഞ് ദിവ്യപുരുഷനായി. മനുഷ്യശരീരം ത്യജിച്ചതോടെ മാനുഷിക വികാരങ്ങളിൽ നിന്നും അയാൾ മുക്തി നേടി. ഇന്ദ്രയമന്മാർ യുധിഷ്ഠിരനെ ഓരോരുത്തരെയായി കാണിച്ചു കൊടുക്കുകയുണ്ടായി. കൃഷ്ണനെയും സഹോദരങ്ങളെയും ഭീഷ്മദ്രോണരെയും അങ്ങനെ മറ്റനേകം പേരെയും കണ്ട യുധിഷ്ഠിരൻ ശാന്തിയും യഥാർത്ഥ സന്തോഷവും അനുഭവിച്ചു.